ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്, ഗുഡ് ഈവനിങ് ഇൻവെസ്റ്റേഴ്സ്. ദിസ് ഇസ് സിയാദ് ഇലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്ന് ഏഷ്യൻ മാർക്കറ്റും രാവിലെ തന്നെ US ഫ്യൂച്ചറും നെഗറ്റീവായിരുന്നു. കാരണങ്ങൾ നമ്മൾ രാവിലെ ഡിസ്കസ് ചെയ്തിരുന്നു. ട്രംപ് സ്റ്റീൽ സെക്ടറിന് താരിഫ് 25% നിന്ന് 50% ഉയർത്തി ജൂൺ 4 മുതൽ ഇത് ഇംപ്ലിമെന്റ് ആകുമെന്നുള്ളൊരു വാർത്തയാണ് നമ്മൾ രാവിലെ കണ്ടത്. US ഫ്യൂച്ചർ നെഗറ്റീവായിട്ട് തന്നെ റിയാക്ട് ചെയ്യപ്പെട്ടത് നമ്മൾ രാവിലെ കണ്ടിട്ടുള്ളതാണ്. എങ്കിലും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ നിഫ്റ്റി റെഡിലാണ് ക്ലോസ് നടത്തിയിട്ട് ഉള്ളതെങ്കിൽ കൂടിയും ഫിനാൻഷ്യൽ കമ്പനീസ് കുറച്ച് സ്ട്രോങ് ആയിട്ട് ഇന്ന് റിയാക്ട് ചെയ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ നിഫ്റ്റിക്ക് ഒരു ഇന്നത്തെ ഇൻട്രാഡേ ലോയിൽ നിന്ന് റിക്കവറി രേഖപ്പെടുത്താനായിട്ട് പറ്റിയിട്ടുണ്ട്. 24,500 നിഫ്റ്റിയുടെ ഒരു ലോ ഉള്ളത്. അതിൽ നിന്നും നിഫ്റ്റി ഏകദേശം ഒരു 150ഓളം പോയിന്റ് ഉയർന്ന് 24,700 ക്ലോസ് നടത്തിയത്. നിഫ്റ്റിയുടെ ചാർട്ട് കാണാം. ആദ്യത്തെ ക്യാൻഡിൽ തന്നെ വലിയൊരു ബീറിഷ് ക്യാൻഡിൽ 24,529 ലോ ക്രിയേറ്റ് ചെയ്തു. അവിടെ നിന്ന് നിഫ്റ്റി റിക്കവറി രേഖപ്പെടുത്തി 24,690 നിഫ്റ്റി ക്ലോസ് രേഖപ്പെടുത്തിയ ഒരു കാഴ്ചയാണ് നമ്മളിന്ന് കണ്ടത്. അപ്പോൾ മെറ്റൽ സെക്ടറുകളിൽ സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷർ എവിഡൻ്റ് ആയിരുന്നു. എസ്പെഷ്യലി ടാറ്റ സ്റ്റീൽ സ്റ്റോക്ക് ഫോൾ രേഖപ്പെടുത്തി, JSW സ്റ്റീൽ സ്റ്റോക്ക് ഫോൾ രേഖപ്പെടുത്തി, ജിൻഡാൽ സ്റ്റീൽ സ്റ്റോക്ക് ഫോൾ രേഖപ്പെടുത്തി. അത് ഓൾറെഡി തന്നെ നമ്മൾ രാവിലെ ഡിസ്കസ് ചെയ്തതാണ്. ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഫോള് പ്രധാനമായിട്ടും സ്റ്റീൽ സെക്ടറിലുള്ള താരിഫ് ഹൈക്കാണ്. അപ്പോൾ ചൈന വയലേറ്റ് ചെയ്തു എന്നുള്ളതാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അവകാശവാദം. അപ്പോൾ വീണ്ടും താരിഫ് ഫിയർ മാർക്കറ്റിലേക്ക് വന്നു. ഇനിയിപ്പോൾ ഓട്ടോമൊബൈൽ സെക്ടറും ഇന്ന് വീക്കായിരുന്നു. ഓട്ടോ സെയിൽസ് റിപ്പോർട്ട് വന്നിരുന്നു. മിക്സഡായ ഡേറ്റയാണ് വന്നത്. അതിൽ പ്രകാരം ഹീറോ മോട്ടോ കോർപ്പ് 2% ഫോൾ രേഖപ്പെടുത്തി, ടാറ്റ മോട്ടോഴ്സ് 1% ഫോൾ രേഖപ്പെടുത്തി. ഇതിൽ ചെറുത്തുനിൽപ്പ് നടത്തിയത് M&M ആണ്. M&M ഏകദേശം ഒരു 1% റാലി ഉണ്ടാക്കി. അതുമാത്രമല്ല ICICI ബാങ്ക്, അദാനി പോർട്ട് തുടങ്ങിയ കമ്പനീസ് ഇന്നത്തെ നിഫ്റ്റിയുടെ അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ എല്ലാം തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ക്ലോസിന് ICICI ബാങ്ക് ഹെൽപ്പ് ചെയ്തു. കൂടാതെ ഐഡിയ സ്റ്റോക്കിൻ്റെ റിസൾട്ട് ഉണ്ടായിരുന്നു. നെറ്റ് ലോസ് കുറച്ചുകൊണ്ട് വന്നത് ഐഡിയ സ്റ്റോക്കിന് ഗുണകരമായി. ഐഡിയ സ്റ്റോക്കിൽ നിന്ന് 1.5% ഒരു നേട്ടം കൈവരിച്ചു. എങ്കിലും ഈ ഒരു ബാങ്കിങ് സെക്ടറിലുള്ള HDFC ബാങ്ക് വീക്കായിരുന്നു. റിലയൻസ് വീക്കായിരുന്നു. IT-യിൽ നിന്ന് ഇൻഫോസിസ് വീക്കായിരുന്നു. ഈ 3 കമ്പനിയാണ് നിഫ്റ്റിനെ ഏറ്റവും കൂടുതൽ താഴേക്ക് ഇടാനായിട്ട് ശ്രമിച്ചത്. ഇന്ത്യയുടെ മാനുഫാക്ചറിങ് PMI ഡേറ്റ വന്നിരുന്നു. 3 മന്ത് ലോ ഡേറ്റയാണ് വന്നത്. ഇൻഫ്ലേഷണറി പ്രഷർ എല്ലാം തന്നെ ഉണ്ട്. എങ്കിലും ഇന്ത്യയുടെ റീസെൻ്റ് ആയിട്ട് വന്ന GDP ഡേറ്റ 7.4% വന്നിരുന്നു. അതുമാത്രമല്ല ഫ്രൈഡേ നമ്മളുടെ മോണിറ്ററി പോളിസി ഉണ്ട്. ഈ തവണ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഉണ്ടാകുമെന്ന് ഫോർബ്സ് മാഗസിൻ പറഞ്ഞു. അതുപോലെ തന്നെ SBIയുടെ റിപ്പോർട്ട് പ്രകാരവും ഈ തവണ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഉണ്ടായേക്കാം എന്നുള്ളതാണ് ഇതുവരെയുള്ള അനുമാനങ്ങളാണ്, ഉറപ്പില്ല. അപ്പോൾ ഇനി ഗ്ലോബൽ മാർക്കറ്റ് നമുക്കൊന്ന് പരിശോധിക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ കാണപ്പോൾ ട്രേഡ് ചെയ്യുന്ന FTSE UK മാർക്കറ്റ്, CSE 40, ഫ്രാൻസ്, ഡാക്സ് ഒക്കെ എല്ലാം തന്നെ 92 പോയിന്റിന്റെ ഇടിവ് രേഖപ്പെടുന്നുണ്ട്. ഇന്ന് ഇന്ത്യ വിക്സ് സ്പൈക്ക് ചെയ്തു, 6.6% സ്പൈക്ക് ചെയ്തു. 17.14 ഇന്ത്യ വിക്സിന്റെ നിൽപ്പ്. ഡോ ഫ്യൂച്ചർ കാണാം, നെഗറ്റീവാണ്. നിക്കി ജപ്പാൻ മാർക്കറ്റ് 500 പോയിന്റ് ഇടിവ്. കോസ്പി കൊറിയ, ചൈന, ഓസ്ട്രേലിയ എല്ലാം തന്നെ റെഡിൽ ക്ലോസ് ചെയ്തു. ഗോൾഡ് അതിശക്തമായിട്ട് റാലി രേഖപ്പെടുത്തി. $66 ഗോൾഡ് ഉയർന്നു. ഗ്ലോബൽ മാർക്കറ്റിൽ അൺസർട്ടനിറ്റി വന്നപ്പോൾ ഗോൾഡിന്റെ വില കൂടി. ബ്രന്റ് ഓയിലും 65 ഏറ്റവും ടോപ്പിൽ. ബിറ്റ്കോയിൻ 1,04,175 എന്ന നിലയിലാണ് ഉള്ളത്. അപ്പോൾ ഗോൾഡ് അതിശക്തമായിട്ട് പിടിതരാതെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഗോൾഡിന്റെ റാലിയിൽ അല്ലെങ്കിൽ ഗോൾഡ് ഇത്രമാത്രം ഉയരുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഗ്ലോബൽ മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഒരു അൺസർട്ടനിറ്റി ആണെന്ന് വേണം പറയാൻ. അപ്പോൾ താരിഫ് ഫിയറുകൾ മാറി ചൈനയും ഈ US ദോസ്തുക്കളായി എന്നുള്ള ഒരു ചിന്ത നമ്മളിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇല്ലാതായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് US ഇന്ത്യയും തമ്മിൽ താരിഫ് രമ്യതയിലെത്തിയോ? ഇല്ല, ഒരിക്കലും നമുക്ക് അവിടുത്തെ ഹാർലി ഡേവിഡ്സൺ 0% താരിഫിൽ നമുക്ക് ഇവിടെ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് അലോ ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ അവിടെ നിന്നുള്ള ബെല്ലി, അവിടെ നിന്നുള്ള റോൾസ് റോയ്സ്, ഇതൊന്നും തന്നെ നമുക്ക് താരിഫൊന്നും ഇല്ലാതെ ഇന്ത്യയിൽ സെല്ല് ചെയ്യുക എന്ന് പറയുന്നത് അത് പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ രമ്യതയിൽ ഒരു രാജ്യങ്ങളായിട്ടില്ല. വർഷങ്ങളോളം നമ്മൾ ഫോളോ ചെയ്തു വരുന്ന താരിഫ് ഇന്ത്യയും US-ഉമായിട്ട് അല്ലെങ്കിൽ US-ഉം ചൈനയുമായിട്ട് അല്ലെങ്കിൽ US-ഉം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായിട്ട് നടത്തിപ്പോയ ഈ ഒരു താരിഫ് എല്ലാം തന്നെ ഒരു 30 ദിവസ സാവകാശത്തിലോ 60 ദിവസത്തെ സാവകാശത്തിലോ
90 ദിവസത്തെ സാവകാശത്തിലൊന്നും തന്നെ ഇത് രമ്യതയിലാവാനായിട്ട് ഉള്ള സാധ്യതകളില്ല. കാരണം ഈ എല്ലാ രാജ്യങ്ങളുടെയും GDP, എല്ലാ രാജ്യങ്ങളുടെയും അതാത് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ, അവിടെയുള്ള ഇൻഹൗസ് കമ്പനികളുടെ എല്ലാം തന്നെ സെയിൽസ്, രാജ്യം തന്നെ നിലനിൽക്കുന്നത് ഇത്തരത്തിലുള്ള ഡൊമസ്റ്റിക് പ്രൊഡക്ഷനാണ്. GDPനെയും മറ്റുള്ള ഒരുപാട് എക്കണോമിക് ഡേറ്റേനെ എല്ലാം തന്നെ വലിയ തോതിൽ സ്വാധീനം ചെലുത്തുന്ന ഈ ഒരു കാര്യം ട്രംപിൻ്റെ ഭീഷണിക്ക് വഴങ്ങി അത് പെട്ടെന്നൊന്നും തന്നെ ഇത് രമ്യതയിൽ പോരാനുള്ള സാധ്യതകൾ അത് കുറഞ്ഞു വരികയാണെന്നുള്ളതാണ്. ഇപ്പോൾ ചൈന ട്രേഡ് വയലേഷൻ നടത്തി എന്നുള്ള ട്രംപിൻ്റെ പുതിയ ആരോപണങ്ങൾ അത് തെളിയിക്കുന്നത്. എനിവേ, നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കുമ്പോൾ PCR 0.7 ആണ്. കോൾ സൈഡെല്ലാം തന്നെ ആഡായിട്ടുണ്ട്. 24, 25ഒക്കെയാണ് മേജർ റെസിസ്റ്റൻസ് സോൺ, 25,500 അടുത്ത റെസിസ്റ്റൻസ് സോൺ. ഇത് നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ബേസിക് സ്റ്റോക്ക് മാർക്കറ്റ്, സ്വിങ്, ലോങ് ടൈം, മ്യൂച്വൽ ഫണ്ട്, അതെല്ലാം തന്നെ ബേസിക് കോഴ്സിലാണ് വരുന്നത്, ഇൻട്രാഡേ ഉൾപ്പെടെ. ഇനി അതല്ല, കുറച്ചും കൂടി അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള FNO ട്രേഡ് ഉണ്ട്, കമ്മോഡിറ്റി ട്രേഡ് ഉണ്ട്, ക്രിപ്റ്റോ ട്രേഡ്, നമുക്കിപ്പോൾ പുതിയതായിട്ട് ക്രിപ്റ്റോ കോഴ്സ് ഉണ്ട്. അപ്പോൾ എല്ലാ മേഖലയിലും കുറിച്ച് പഠിക്കാനായിട്ടുള്ള കോഴ്സുകൾ നമ്മളുടെ കയ്യിലുണ്ട്. ഒരു SL നഷ്ടമാകുന്ന തുക മാത്രമാണ് കോഴ്സ് ഫീസ് ഉള്ളൂ. ഫസ്റ്റ് കമൻറ്റിൽ നമ്പർ ഉണ്ട്, ബന്ധപ്പെടാം, കോഴ്സിൽ ജോയിൻ ചെയ്യാം. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. നിതിൻ സ്പിന്നേഴ്സ് കമ്പനി ഹൈബ്രിഡ് എനർജി ബിസിനസ് ചെയ്യാനായിട്ട് CGA ആയിട്ട് ഒരു പുതിയ ജോയിൻറ്റ് വെഞ്ചറിൽ ഏർപ്പെട്ടു. ഐഡിയ കമ്പനി അവർ 5G 17 സർക്കിളുകളിൽ ഇവർ ലോഞ്ച് ചെയ്യുമെന്ന് കമ്പനി അറിയിച്ചു. SML ഇൻഫ്ര കമ്പനിക്ക് 258 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായുള്ള ന്യൂസ്. തിരുമലൈ കെമിക്കൽ കമ്പനി ഇവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉയർത്തുകയാണ് എന്നുള്ള ന്യൂസ് ഉണ്ട്. സ്റ്റോക്ക് ഇന്ന് 8% റാലി ഉണ്ടായി. കോൺഫിഡൻസ് പെട്രോളിയം കമ്പനി 8 പുതിയ LPG പ്ലാന്റ് ഇവർ ഇനാഗ്രേറ്റ് ചെയ്തു. SSWL കമ്പനി ഇവരുടെ ടേൺ ഓവർ ഗ്രോത്ത് 20% ഒരു ഗ്രോത്ത് ഉണ്ടായി എന്ന് കമ്പനി അവകാശപ്പെട്ടു. കോസ്മോ ഫസ്റ്റ് കമ്പനി മാനുഫാക്ചറിംഗ് പ്ലാന്റ് എക്സ്പാൻഡ് ചെയ്യുകയാണെന്നുള്ള ന്യൂസ് ഉണ്ട്. സോളാർ ഇൻഡസ്ട്രീസ് കമ്പനി 402 കോടി രൂപയുടെ ഓർഡർ കിട്ടി. റെയിൽടെയിൽ കമ്പനി 10 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ഇൻഡിഗോ കമ്പനി എയർബസ് ആയിട്ട് പുതിയ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻ ചെയ്തു. നീവാബൂപ്പ കമ്പനി ഇവരുടെ പ്രൊമോട്ടേഴ്സ് 1080 കോടി രൂപ വർത്ത് വരുന്ന സ്റ്റോക്ക് സെല് ചെയ്തു. സ്റ്റോക്ക് ഇന്ന് 11% ഫോൾ രേഖപ്പെടുത്തി. ഗോദ്രേജ് പ്രോപ്പർട്ടീസ് 4200 കോടി രൂപ വർത്ത് വരുന്ന റവന്യൂ, 14 ഏക്കർ ലാൻഡ് ഇവർ പൂനെയിൽ അക്യൂർ ചെയ്തിരുന്നു. അതിലൂടെ കമ്പനിക്ക് കിട്ടുമെന്ന് കമ്പനി പ്രത്യാശ പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് ഇപ്പോഴുള്ള ന്യൂസ്. അപ്പോൾ നമ്മൾ ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ കഥകളൊന്നും പറയാതെ തന്നെ ഗ്ലോബൽ ലോക്കൽ ന്യൂസുകൾ മറ്റുള്ള ഡേറ്റാസ് എല്ലാം തന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പഠനവിധേയമാക്കാനായിട്ട് നമ്മുടെ ചാനലിൽ പറ്റുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ട്രേഡിംഗ് സുഹൃത്തുക്കൾ ട്രേഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ ഗ്രൂപ്പിൽ പങ്കാളിയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഗ്രൂപ്പിലേക്ക് നമ്മൾ ന്യൂസുകൾ അയച്ചു കൊടുക്കുക. ന്യൂസ് വേണമല്ലോ ട്രേഡ് ചെയ്യാൻ. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇൻട്രാഡേ ചെയ്യാനായിട്ടാണെങ്കിലും ഡെറിവേറ്റീവ് ട്രേഡ് ചെയ്യാനായിട്ടാണെങ്കിലും എല്ലാം തന്നെ ന്യൂസ് ഇല്ലാതെ, ന്യൂസിനെ അവഗണിച്ചിട്ടുള്ള ഒരു ട്രേഡൊന്നും തന്നെ നമുക്ക് സാധ്യമല്ല. ഇന്ന് രാവിലത്തെ കാര്യം നമ്മൾ അറിയാവുന്ന ആളുകളെ സംബന്ധിച്ച് ഇന്ന് മാർക്കറ്റ് ഇത്തരത്തിലുള്ള ന്യൂസ് ഉണ്ട്. സ്റ്റീൽ സെക്ടർ നെഗറ്റീവ് ആണെന്നുള്ള ന്യൂസ് നമുക്ക് ആദ്യമേ തന്നെ പ്രീ മാർക്കറ്റിൽ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അത്തരത്തിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവും, അത് ഷുവർ ആണല്ലോ. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു ഓൾ.